നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി പീലാർമുഴി ജനങ്ങൾ. പീലാർമുഴിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക മേഖലയിൽ ആക്രമണം നടത്തി. ഓടക്കുഴൽ അവാർഡിന് കവി PN ഗോപികൃഷ്ണൻ അർഹനായി. പുരസ്കാരം മാംസഭോജി എന്ന കവിതയ്ക്ക്. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. വോക്കി ടോക്കി കൊണ്ട് തലക്കടിയേറ്റ പരിക്കേറ്റ യാത്രക്കാരനായ ചുവന്നമണ്ണ് സ്വദേശി കാലായിൽ വീട്ടിൽ ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. ഫാസ്ടാഗ് ഇല്ലാതിരുന്ന ഷിജുവിന്റെ കാർ മറ്റൊരു വാഹനത്തിന്റെ പുറകിലൂടെ ടോൾ ബൂത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാർ ഡ്രമ്മുകൾ നിരത്തി കാർ തടയുകയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിൽ ടോളിലെ 6 ജീവനക്കാർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷിജു പറഞ്ഞു. അമ്മയും ഭാര്യയും കാറിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ജീവനക്കാരുടെ ആക്രമണം. എറണാകുളത്തെ ആശുപത്രിയിലേക്ക് പോകുന്ന കുടുംബത്തെയാണ് തടഞ്ഞു നിർത്തി ടോൾ ജീവനക്കാർ ആക്രമിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ ഷിജു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അതേസമയം ടോൾ നൽകാതെ കടന്നുപോയ കാർ തടയാൻ ശ്രമിക്കുന്നതിനിടെ കാർ യാത്രക്കാരൻ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നുവെന്നും മർദ്ദനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും ടോൾ അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. മീഡിയ ടൈം പുതുക്കാട്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. അഴീക്കോട് മുനമ്പം പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന ജങ്കാർ സർവീസ് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. അഴീക്കോട് ജെട്ടിയിൽ തന്നെയാണ് കടത്തുബോട്ട് സർവീസിനായി താൽക്കാലിക പ്ലാറ്റ്ഫോമും നടപ്പാലവും നിർമ്മിക്കുന്നത്. പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബോട്ട് സർവീസ് ആരംഭിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ജങ്കാർ സർവീസ് നടത്തിവരുന്ന കരാറുകാരന് തന്നെയാണ് ബോട്ട് സർവീസിന്റെ നടത്തിപ്പ് ചുമതല. മോതിരക്കണ്ണി പീലാർമുഴിയിൽ കാട്ടാന ആക്രമണം രൂക്ഷം. കഴിഞ്ഞ ദിവസവും പീലാർമുഴിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക മേഖലയിൽ ആക്രമണം നടത്തി. തെങ്ങ്, റബ്ബർ, മറ്റു മരങ്ങളും അതിർത്തി വേലികളും കാർഷികാവശ്യത്തിനായുള്ള കെട്ടിടങ്ങളും അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചു. അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പീലാർമുഴി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പീലാർമുഴി ലില്ലി ആഗസ്റ്റിയുടെ കൃഷിയിടത്തിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വനപാലകർ ഈ മേഖലയിൽ ഫെൻസിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമല്ല. വനപാലകരെ വിവരങ്ങൾ അറിയിച്ചുവെങ്കിലും വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതിനാൽ ആവശ്യമായ നടപടികൾ എടുക്കുവാൻ കഴിഞ്ഞില്ല. അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പീലാർമുഴി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിദാരുണമായ സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയാണ്. ഫെൻസിംഗ് മെയിൻ്റനൻസിന് വേണ്ടത്ര ഫണ്ടില്ലാത്തതും പ്രശ്നത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. കർഷകർ തന്നെ കൃഷിയിടത്തെ സംരക്ഷിക്കുവാൻ ഫെൻസിംഗ് നിർമ്മിക്കേണ്ട അവസ്ഥയിലാണ്. മലയോര മേഖലയിലെ കർഷകരുടെ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് ജോർജ് വി ഐനിക്കൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം ചാലക്കുടി. സീറോ മലബാർ സഭയുടെ അമരത്തേക്ക് മാർ റാഫേൽ തട്ടിൽ വരുമ്പോൾ ആഹ്ലാദത്തിലാണ് കുടുംബം. പുതിയ നിയോഗത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാർ റാഫേൽ തട്ടിലിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. സാധാരണക്കാരന്റെ കൂടെയാണ് ഈശ്വരൻ എന്നതിന്റെ തെളിവാണ് ഇതെന്നും സഹോദരൻ ജോൺ തട്ടിൽ തൃശൂരിൽ പ്രതികരിച്ചു. വളരെയേറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു പുരോഹിതനുണ്ടാവുകയും ആ പുരോഹിതൻ ഒരു മേജർ സെമിനാരി റെക്ടറാവുകയും ആ റെക്ടർ ഒരു സഹായമതനാവുകയും അതിനുശേഷം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശംഷാദാബാദിൻ്റെ മെത്രാനാവുകയും ചെയ്തു. അതിലേറെ സന്തോഷമുണ്ട്. ഇന്ന് ഇപ്പോൾ TV-യിലാണ് നമ്മൾ ഈ വർത്താനം കേൾക്കുന്നത്. അതിലേറെ സന്തോഷം തോന്നി. സാധാരണക്കാരൻ്റെ കൂടെയാണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ഇത്. ഓടക്കുഴൽ അവാർഡിന് കവി PN ഗോപികൃഷ്ണൻ അർഹനായി. അദ്ദേഹത്തിന്റെ മാംസഭോജി എന്ന കവിതയ്ക്കാണ് പുരസ്കാരം.
മഹാകവി ജിയുടെ ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 2 പുരസ്കാരം സമ്മാനിക്കും. എറണാകുളം സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ജി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അധ്യക്ഷ ഡോക്ടർ എം ലീലാവതിയാണ് അവാർഡ് സമ്മാനിക്കുക. 2023 ഓടക്കുഴൽ അവാർഡാണ് PN ഗോപികൃഷ്ണന് ലഭിക്കുക. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. PN ഗോപികൃഷ്ണൻ ശ്രീനാരായണപുരത്ത് P. നാരായണന്റെയും VS സരസ്വതിയുടെയും മകനാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ ജോലി ചെയ്യുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളിലും അർബൻ ബാങ്ക് ജീവനക്കാർ പ്രതിഷേധ സമര പരിപാടി നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അവകാശ ദിനാചരണം നടത്തി. കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ജോസ് മണ്ണുത്തി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് K. ജോയ് അധ്യക്ഷത വഹിച്ചു. KV കുട്ടപ്പൻ, EJ ജോബി, ബാബു ജോസഫ്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, സാൻസോ സണ്ണി എന്നിവർ പ്രസംഗിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക പൊതുയോഗം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KY അസീസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ AP ലാലി, ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് വിഭാഗം അധ്യാപിക TT ജോളി, LP അധ്യാപികമാരായ വിമല മാനുവൽ, സുലേഖ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. യോഗത്തിൽ കോട്ടപ്പുറം നിയുക്ത രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി പീലാർമുഴി ജനങ്ങൾ. പീലാർമുഴിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക മേഖലയിൽ ആക്രമണം നടത്തി. ഓടക്കുഴൽ അവാർഡിന് കവി PN ഗോപികൃഷ്ണൻ അർഹനായി. പുരസ്കാരം മാംസഭോജി എന്ന കവിതയ്ക്ക്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.